ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിലെ സുഖം മാത്രം കണ്ടിട്ടുള്ള ഒരാൾക്ക് ഇതിലപ്പുറം മറ്റൊന്നുണ്ട് എന്ന് ധരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഇതിനപ്പുറം, ഇതിനേക്കാൾ എത്രയോ മടങ്ങ് സുഖം, സുരക്ഷ എന്നിവ ഉണ്ട് എന്ന് അറിയുമ്പോൾ അതിലേക്കായിരിക്കും നമ്മുടെ മനസ്സ് കുതിക്കുക. എന്നാൽ അതറിയാത്ത കാലം വരെ നമ്മുടെ മനസ്സ് ഈ ലോക വിഷയങ്ങളിൽ മാത്രം വ്യാപരിച്ചു കൊണ്ടിരിക്കും. അതിനാൽ മനസ്സിന് ഈ വിഷയസുഖങ്ങളെക്കാൾ മഹത്തായ സുഖം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് നിരന്തര വിചാരം ചെയ്യുകയും വേണം. അതിനാൽ ഒരു കവി പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. പരിപൂർണാനന്ദമോ മീതേ മനമേ, പരിതാപം നൽകുന്ന വിഷയമോ മീതേ, ഒരു നേരം ആലോചിക്കൊരു നാൾ എന്നാൽ പരിപതിച്ചേടില്ല വിഷയകോപത്തിൽ. പരിപൂർണാനന്ദമോ മീതേ മനമേ, പരിപൂർണമായ ആനന്ദമാണോ മീതേ, പരിതാപം നൽകുന്ന വിഷയമോ മീതേ, ദുഃഖത്തെ തരുന്ന ഈ ലോകസുഖങ്ങളാണോ മീതേ എന്ന് ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒന്ന് വിചാരം ചെയ്താൽ നമ്മൾ ഈ ലോക സുഖം എന്ന് കരുതുന്ന ദുഃഖത്തിൽ വീണ് അലയേണ്ടതായി വരില്ല. ഒരു നേരം, ഒരു ദിവസം ഒരു നേരം ആലോചിച്ചാൽ മതി. എന്താലോചിക്കേണ്ടത്? പരിപൂർണാനന്ദമോ മീതേ മനമേ, പരിപൂർണമായ ആനന്ദമാണോ മേലെ, പരിതാപം നൽകുന്ന വിഷയസുഖങ്ങളാണോ മേലെ എന്നൊന്ന് ആലോചിച്ചാൽ മതി. ദുഃഖത്തെ തരുന്ന ഇന്ദ്രിയ സുഖങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്കറിയുകയുള്ളൂ. ഇതിലപ്പുറം ഒരു സുഖമില്ല എന്ന് ധരിക്കുമ്പോൾ ഇതിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. പക്ഷേ ഇതല്ല, ഇതിനേക്കാൾ മഹത്തായ സുഖം തരുന്ന ഒരവസ്ഥ വിശേഷമുണ്ട്. അതാണ് പരിപൂർണാനന്ദമോ മീതേ മനമേ, പരിതാപം നൽകുന്ന വിഷയമോ മീതേ, ഒരു നേരം ആലോചിക്കൊരു നാളെന്നാൽ പരിപതിച്ചേടില്ല വിഷയകോപത്തിൽ. ഈ ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന കിണറ്റിൽ നശിച്ച് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാതെ നാം ദുഃഖിക്കുന്നത് ഇതിനേക്കാൾ മഹത്തായ, സ്വതന്ത്രമായ, പരിപൂർണാനന്ദം തരുന്ന പരമാത്മാവുണ്ടെന്ന അറിവില്ലായ്മയാണ്. അതിനാൽ ആ അറിവാണ് നമ്മൾ നേടേണ്ടത്. ആ അറിവ് നേടിക്കഴിയുമ്പോൾ ഇവയെല്ലാം നിസാരങ്ങളായി കളഞ്ഞ് ആ പരിപൂർണാനന്ദത്തെ അനുഭവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുന്നതുമാണ്. പരിപൂർണാനന്ദമോ മീതേ മനമേ, പരിതാപം നൽകുന്ന വിഷയമോ മീതേ, ഒരു നേരം ആലോചിക്കൊരു നാൾ എന്നാൽ പരിപതിച്ചേടില്ല വിഷയകോപത്തിൽ. ഹരേ കൃഷ്ണ.